എടി 2-3 ദിവസം നമ്മളെ കാണാതിരുന്നല്ലേടി അതിന് വിഷമോടിയത്. അതിനാണോ 2 ദിവസം കാണാണ്ടിരുന്നോണ്ടല്ല, പിന്നെ അച്ഛാ അയാളെന്നെ കല്യാണം കഴിക്കൂലെന്ന് പറഞ്ഞു. എന്നെ വേണ്ടെന്ന്. ഇതെന്താടി ഈ പറയണത്? എല്ലാവരെയും വിളിക്കുകയും ചെയ്ത് 15-ാം തീയതി വരണമെന്നും പറഞ്ഞ് നിന്നെ സേവ് ദ ഡേറ്റിന് വേണ്ടി 2-3 മാസമായിട്ട് നിന്നെ അവന്റെ പുറകെ വിട്ടാർ. ഇപ്പൊ പറഞ്ഞ കല്യാണം കഴിക്കൂലെന്നാ അവനെന്തേ അവിടെ നിക്കണേ. പോയി ചോദിക്കും ഞാൻ അവനെ. അല്ല ഇതിപ്പോ എന്താണ് ഇപ്പൊ അവള് വന്ന് കരഞ്ഞിട്ട് വല്ല ബഹളം ഉണ്ടാക്കിട്ടെന്ന് പറഞ്ഞു കല്യാണത്തിൽ നിന്ന് നീ ഒഴിഞ്ഞെന്ന് പറഞ്ഞു. അല്ല എനിക്ക് പറയാനുള്ളതൊക്കെ അവള് പറയും, ഞാൻ അവളുടെ കാര്യങ്ങൾ. അല്ല അതല്ല ഞാൻ ചോദിക്കണത്, ഞങ്ങൾ ആവശ്യക്കാരെ എല്ലാവരെയും വിളിച്ചില്ലേ? ഇനി അവരെല്ലാരും വീട്ടിൽ വരില്ലേ? 15-ാം തീയതി കല്യാണമല്ലേ? അവള് പറയുന്ന കാര്യങ്ങള് നിങ്ങൾ വാ, ഞാൻ കേൾപ്പിച്ചു തരാം. എന്താടി സംഭവിച്ച? എന്താടി കാര്യം പറയടി, നീക്കറിയാതെ കാര്യം പറയടി. സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടേ ഇയാളെന്നെ ബീച്ചിലും വഞ്ചിയിലൊക്കെ കയറ്റി ഫോട്ടോ എടുത്തില്ലേ? ഞങ്ങള് വന്നല്ലേ, ഞാനും നിന്റെ അമ്മയും കൂടെ ഉണ്ടായില്ലേ? അത് ഇയാളെ നാട്ടുകാരേക്ക് കാണിക്കോന്ന് ഇപ്പൊ പറയുന്നത്. അത് കല്യാണത്തിന് മുമ്പ് കാണിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഫോട്ടോഷൂട്ട് എടുത്തത്. അമ്മ വെറുതെ ഫോട്ടോ മാത്രമല്ല, പിന്നെ ബീച്ചില് ഞങ്ങൾ ഒരുമിച്ച് കുളിച്ചില്ലേ, ആ കുളിച്ച വീഡിയോയും ആ വഞ്ചിയിലോട് ഫോട്ടോ എടുത്തപ്പോ ഇയാളെന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തേക്കില്ലേ, ഒരു മെമ്മറി കാർഡിൽ ഇയാൾ എടുത്തു വെച്ചേക്കാണ്. അപ്പൊ അത് പുറത്തു വിട്ട് എന്റെ മോളെ വിലപേശുകയാണ് അല്ലെ? ഞാൻ കല്യാണം കഴിച്ചെങ്കിൽ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ നിങ്ങൾ ആരെ കാണിച്ചാലും കുഴപ്പമില്ല. ഞാൻ കല്യാണം കഴിക്കാതെ ഈ സാധനം പുറത്തു വന്നാൽ നിങ്ങൾക്ക് എന്തായാലും പേരുദോഷമാണല്ലോ. അതുകൊണ്ട് ഞാനിത് കാണിക്കും. ഒരു കാര്യം ഞാൻ പറയാം, എനിക്കൊരു 15 ലക്ഷം രൂപ ഇറങ്ങി നോക്കി പ്രശ്നം ഇവിടെ വെച്ച് അങ്ങ് തീർക്കാം. 15 മിനിറ്റ് നീ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഞാൻ നിനക്ക് ചെയ്തു തീർക്കാം. സുഹൃത്ത്, ഒരു 20 ലക്ഷം രൂപ ഞാൻ മേടിക്കണത് 15 ലക്ഷം രൂപയ്ക്ക് വേണം. അത് നിന്റെ തൊഴിലായിരിക്കും. നിന്നെ എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എന്റെ ഭാര്യ പറഞ്ഞതാണ്. ഇതുപോലത്തെ ഒരു വേട്ടാവളിയനെ ആടി ഇത് കണ്ടുവച്ചത്. കീറി വെട്ടിക്കീറി ഞാൻ അടപ്പിൽ വെച്ച് കളയാൻ. അവക്കെ ഒരു മുറച്ചെറുക്കനുണ്ട്. എടാ ഞാൻ ഇവളെ മതി എന്നൊക്കെ പറഞ്ഞ് കല്യാണം നിശ്ചയിച്ച് റെഡിയാക്കി വെച്ചതാണ്. അപ്പൊ അവൻ അവളെ കൊണ്ട് സേവ് ദ ഡേറ്റ് എന്നും പറഞ്ഞ് കുറെ ഫോട്ടോ എടുത്തു വെച്ചിട്ടേ ഇപ്പൊ ഇവൻ വിലവേശണ്ട, മെമ്പർ കാർഡ് വെച്ച് വിലവേശണ്. 15 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ പുറത്ത് ലീക്കാകുന്നു. നീ മുറച്ചെറുക്കെ ഞാനുമായിട്ടുള്ള സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോസ് ഒക്കെ നീ ജന്മത്തുള്ള കെട്ടൂല മോനെ. ഈ മെമ്മറി കാർഡ് കണ്ടല്ല, സകല സംഭവമുണ്ട്. ഞാൻ ഇവളും കൂടെ കടപ്പുറത്ത് കറങ്ങാൻ പോയതും ബീച്ചിൽ പോയതും ഞങ്ങൾ കായലി വള്ളത്തെ കിടന്ന് കറങ്ങിയതും അവിടുന്ന് പോയതും 3 ദിവസം കറങ്ങിയതും അവിടെ ഞങ്ങളെ കുളിമുറി കയറി 2 പേരും കൂടെ ഒരുമിച്ച് കുളിച്ചതും. മെമ്മറി കാർഡ് പട്ടി അതിന്റെ തെളിവാണത്. എന്റെ തെളിവാണെന്ന്, എന്റെ ദൈവമേ, എന്റെ തെളിവ്. പ്ലീസ് നിന്റെ തെളിവ് ഇവിടെ കിടപ്പുണ്ടാ.